വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിക്കും പെട്ടെന്ന് തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മളല്ലെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള ആരെങ്കിലുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും. കാരണം നമുക്ക് ചിലപ്പോൾ വഴി ഉണ്ടാവില്ല, പുറത്തേക്ക് പോകണമെങ്കിൽ വേറൊരാളുടെ വീടിൻ്റെ സ്വകാര്യ വഴി നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് അത് തുടർന്ന് ഉപയോഗിക്കാൻ സാധിക്കുമോ? വഴിത്തർക്കം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വരും എന്ന് നമുക്കൊന്ന് നോക്കാം. വസ്തു വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഏറ്റവും തർക്കം ഉണ്ടാകുന്ന ഒരു മേഖലയിലൊന്നാണ് വഴിയെന്ന് നമുക്കറിയാം. വസ്തുവിലേക്കുള്ള വഴി അളന്ന് തിട്ടപ്പെടുത്തി പ്രമാണം രജിസ്റ്റർ ചെയ്യാത്തതാണ് ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. പൊതുനിരത്തിൽ നിന്ന് നേരിട്ട് പ്രവേശിക്കാനാകാത്ത പ്ലോട്ടുകളുടെ കാര്യത്തിൽ നിലവിലുള്ള സ്വകാര്യ വഴി തുടർന്നും ഉപയോഗിക്കാം എന്ന് കരുതുകയോ അല്ലെങ്കിൽ വാക്കാലുള്ള ഉറപ്പിന്മേൽ നമ്മൾ സ്ഥലം വഴിയായി ഉപയോഗിക്കുകയാണ് മിക്കവരും ചെയ്തു പോരുന്നത്. ഈ അനുവാദം എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിൻവലിക്കാൻ കഴിയും എന്ന കാര്യം ആരും ഓർക്കാറുമില്ല. ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം നേരിടുകയോ അല്ലെങ്കിൽ വഴി ഇല്ലാത്തതിൻ്റെ പേരിൽ ബാങ്ക് ലോൺ കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അതിൻ്റെ അബദ്ധവും നമുക്ക് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വസ്തു കൈമാറ്റം രജിസ്റ്റർ ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് ഇത് നിർബന്ധമാക്കിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ നിയമത്തിൽ 17-ാം വകുപ്പ് പ്രകാരം 100 രൂപയ്ക്ക് മുകളിലുള്ള ഏതു വസ്തു കൈമാറ്റവും ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. നിശ്ചിത തുകയുടെ സ്റ്റാമ്പ് പേപ്പർ ഫീസ് എടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത വസ്തു കൈമാറ്റങ്ങളെ നിയമപരമായി നിലനിൽക്കുമെന്ന് നമുക്ക് 2012 സൂരജ് ലാംബയും ഹരിയാന സർക്കാരും തമ്മിലുള്ള കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വിൽപ്പന കരാറിൻ്റെയോ അഡ്വാൻസ് തുക നൽകിയതിൻ്റെയോ മാത്രം അടിസ്ഥാനത്തിൽ വസ്തുവിൽ യാതൊരു ഉടമസ്ഥാവകാശവും നമുക്ക് ലഭിക്കുന്നതല്ല. ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ വസ്തുവിൻ്റെ റവന്യൂ വിശദാംശങ്ങൾക്കും അവിടെയുള്ള വീടിൻ്റെ നമ്പറിനും ഒപ്പം അവിടേക്കുള്ള വഴിയുടെ നീളം, വീതി, അളവ് എന്നിവയും ഉൾപ്പെടുത്തേണ്ടതാണ്. സ്ഥാവര വസ്തുവിൻ്റെ വിശദീകരണത്തിൽ വഴി നടക്കാനുള്ള അവകാശവും, അതായത് റൈറ്റ് ഓഫ് വേ, ഉൾപ്പെടുമെന്ന കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. വിൽപ്പന കരാറ് രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം വഴിയെപ്പറ്റി യാതൊരു അവകാശവും ഉന്നയിക്കാനാവില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യവുമാണ്. പക്ഷേ വസ്തു കൈമാറ്റ നിയമത്തിലെ 3ഉം 8ഉം വകുപ്പുകൾ പ്രകാരം പ്രമാണത്തിൽ വസ്തുവിലേക്കുള്ള വീടിനെപ്പറ്റി പ്രത്യേകം പരാമർശിച്ചിട്ടില്ലെങ്കിലും വീടിന്മേലുള്ള അവകാശം ഒഴിവാക്കിയതായിട്ട് സൂചിപ്പിച്ചിട്ടില്ല എങ്കിൽ പ്രസ്തുത വീടിന്മേൽ അവകാശം ലഭിക്കുന്നതാണ് നമുക്ക്. എന്നാൽ വഴിയുടെ കാര്യം അങ്ങനെയല്ല. അവകാശം വേണമെങ്കിൽ പ്രമാണത്തിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുക തന്നെ വേണം. പ്ലോട്ടുകളായി തിരിച്ചിട്ടുള്ള വസ്തു വാങ്ങുമ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വഴി തന്നെ പല വീട്ടുകാർ ഉപയോഗിക്കുന്ന സംവിധാനമാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. സ്വകാര്യ വഴി എന്നായിരിക്കും പ്രമാണത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. സ്വകാര്യ വഴിയിലുള്ള ഗതാഗത അവകാശം കൃത്യമായി പരാമർശിക്കാത്ത പക്ഷം പിന്നീട് എന്തെങ്കിലും തർക്കം ഉണ്ടാവുകയാണെങ്കിൽ കാര്യങ്ങൾ കുഴപ്പത്തിലാവാറാണ് പതിവ്. വഴിയിന്മേൽ ഓരോ വീട്ടുകാരനുമുള്ള അവകാശം വിശദമായി പ്രമാണം രജിസ്റ്റർ ചെയ്യുക മാത്രമാണ് ഇതിനുള്ളൊരു പോംവഴി എന്ന് പറയുന്നത്. ഇതിനു പകരം 100 രൂപ പത്രത്തിൽ കരാർ എഴുതി വഴി ഉപയോഗിക്കാനുള്ള വീട്ടുകാർക്കെല്ലാം നൽകുകയാണ് എല്ലാവരും ചെയ്തു വരുന്നത്. ഇതിന് നിയമസാധുതയില്ല എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രമാണം രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് വസ്തുവും വഴിയും അളന്ന് നമ്മൾ തിട്ടപ്പെടുത്തണം. ഇതിനു പകരം മുൻ പ്രമാണങ്ങളിലെ വിസ്തീർണം അതേപടി രേഖപ്പെടുത്തുകയാണ് എല്ലാവരും ചെയ്യുന്നത്. നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തിയ വസ്തുവിന് മാത്രമാണ് പണം നൽകേണ്ടത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വഴീൻ്റെ പേരിൽ വലിയ തർക്കങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആര് വസ്തു വാങ്ങിയാലും അതിൽ നമ്മൾ പ്രമാണത്തിൽ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. വെറും പത്രത്തിൽ എഴുതിക്കൊണ്ട് മാത്രം നമുക്കതിൽ യാതൊരു അവകാശവും നിയമസാധുതയും ഇല്ല എന്ന കാര്യം നമ്മൾ ഓർത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.